മറ്റു വാർത്തയിലേക്ക് പോവാം. വയനാട്ടിൽ സ്കൂളിലെ ഓഫീസ് മുറിയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. തൃശ്ശിലേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസ് മുറിയിൽ നിന്നാണ് ഈ പാമ്പിനെ പിടികൂടിയത്. വനംവകുപ്പിലെ പാമ്പ് സംരക്ഷകൻ സുജിത് വയനാട് എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സ്കൂളിലെ ഷെൽഫിൻ്റെ ഉള്ളത് നോക്ക്. ഇതിനാണ് നമ്മൾ എടുത്തിട്ട് ടീച്ചറോട് പോകാൻ പറഞ്ഞത് അല്ലേ? ഇത് ചെറുതല്ലേ? അല്ല ഇവര് പറഞ്ഞത് വളരെ ചെറുതാണ്. എന്താ വിഷമില്ലാത്ത വായിക്കുന്നത് ഞാൻ കരുതി. ഇതൊക്കെ നീക്കി നോക്കുമ്പോ അതിന്റെ പറ്റി വിടണ ഇത് ചെറുതല്ലേ? പരിപാടി എടുത്തിട്ടുണ്ടായിരുന്നു. പാമ്പിനെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുലെ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഈ ഒരു പാമ്പ് വലിയൊരുത്തൻ തന്നെയാണ് പെട്ടിട്ടുള്ളത്, ചെറിയ ഐറ്റമൊന്നും അല്ല. അപ്പൊ എന്തായാലും ഈ സ്കൂളിൽ ഈ പാമ്പിനെ കണ്ടത് ആദ്യം ആരാണ്? സ്കൂളിലാണ്, ഓഫീസ് മുറിയിലാണ് ഈ പാമ്പ് വന്നതും എന്നുമാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. ആരാണ് കണ്ടത്? ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഉശിരൻ ഒരു മൂർഖൻ പാമ്പാണ്. സ്കൂളിൻ്റെ ഓഫീസ് മുറിയിലാണ്. സ്കൂൾ വിട്ട സമയത്താണ് ഈ പാമ്പിനെ കാണുന്നത്. അതുതന്നെയാണ് സ്കൂളിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് അല്ല പാമ്പ് ഉണ്ടായിരുന്നത് എന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. സ്കൂൾ വിട്ട സമയമാണ് എന്നുള്ളതും ആശ്വാസം നൽകുന്നൊരു കാര്യം. ഓഫീസിൽ 4:45 ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഓഫീസ് ജീവനക്കാരിയാണ് ആദ്യം പാമ്പിനെ കാണുന്നത്. ഇവർ ഓഫീസിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു കാലെടുത്ത് വെക്കാൻ നോക്കുന്നു. ആ സമയത്ത് സംശയം തോന്നി നിലത്തേക്ക് നോക്കുമ്പോഴാണ് പാമ്പ് അവിടെ കിടക്കുന്നത് കാണുന്നത്. ഷെൽഫിനോട് ചേർന്ന് തന്നെയാണ്. പെട്ടെന്ന് കാല് പിൻവലിച്ച് ബഹളമുണ്ടാക്കി പുറത്തേക്ക് ഓടുകയായിരുന്നു. മറ്റ് അധ്യാപകരെയൊക്കെ വിവരം അറിയിച്ചു. തുടർന്ന് PTA അംഗമായിരുന്ന ഒരാളെയും കൂടി വിളിച്ച് ഇക്കാര്യം അറിയിക്കുകയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് പാമ്പിനെ അവിടെ കാണുന്നില്ല. പാമ്പ് പിടുത്തക്കാരൻ ഈ സ്കൂളിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് സ്കൂളിലേക്ക് വന്നു. വനം വകുപ്പിൻ്റെ തന്നെ പാമ്പ് സംരക്ഷകനായ സുജിത്താണ് പാമ്പിനെ പിടികൂടുന്നതിന് വേണ്ടി വന്നത്. ഷെൽഫിന് തൊട്ടടുത്താണ് പാമ്പിനെ കണ്ടത് എന്നതുകൊണ്ട് ഇഴഞ്ഞ് അതിനടിയിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് കരുതി ഷെൽഫ് മാറ്റി തന്നെയാണ് ആദ്യമേ തന്നെ പരിശോധിച്ചത്. ഫയലുകൾ ഒരുപാടുള്ള ഷെൽഫായതുകൊണ്ട് അങ്ങനെ എളുപ്പത്തിൽ മാറ്റിവെക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് സ്കൂളിനടുത്ത് താമസിക്കുന്ന ഒരാളെയും കൂടി വിളിച്ച് സഹായം തേടി ഷെൽഫ് ചെരിച്ചു വെച്ചുകൊണ്ടാണ് ആ പാമ്പിനെ തിരഞ്ഞത്. മുഖ്യ ആൾ കൃത്യ സ്ഥലത്ത് ആ പാമ്പിന് ആ ഷെൽഫിനടിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ അതിനൊരു ഗ്യാപ്പ്, ഒരു ഹോൾ ഉണ്ടായിരുന്നു. അതിന് അകത്തൂടെ ഇഴഞ്ഞ് കയറുകയും ചെയ്തിരുന്നു. അങ്ങനെ ഏറെ പാടുപെട്ടാണ് ഏതായാലും പാമ്പിനെ പിടികൂടിയത്. അതിനെ പിന്നീട് വനത്തിലേക്ക് തുറന്നു വിടുകയും ചെയ്തു. ഏതായാലും സ്കൂളിലാണ് ഇതുപോലെ പാമ്പ് കയറി കൂടിയതെന്നത് തന്നെയാണ് ജയലക്ഷ്മി ഏറെ ആശങ്കപ്പെടുന്നത്. ശരി രാഹുൽ, എന്തായാലും സ്കൂൾ വിട്ട സമയം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും അപകടമൊന്നും പറ്റിയില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയൊരു മൂർഖൻ പാമ്പ് തന്നെയാണ് ഈ ഷെൽഫിനുള്ളിൽ കുടുങ്ങിയത്. അത് കൃത്യസമയത്ത് തന്നെ കണ്ട് പാമ്പ് പിടുത്തക്കാരനും പരിസര പ്രദേശത്ത് ഉള്ളതുകൊണ്ട് വേഗം എത്തി ഇതിനെ പിടികൂടാൻ സാധിച്ചു.